ക്ലാസ് 5 കേരള മാത്തമാറ്റിക്സ് സെക്കൻഡ് ടേം 2025-26 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. റൈറ്റ് ദ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ് ദ ഷെയ്ഡഡ് പാർട്ട്. മൂന്നായിട്ട് ഈ സർക്കിളിനെ, ഈ വൃത്തത്തിനെ മൂന്നായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം, ആ മൂന്നിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ എഴുതണം. ഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/3 കേട്ടോ. ടോട്ടൽ ഉള്ളത് താഴെ ഡിനോമിനേറ്റർ എഴുതുക, ന്യൂമറേറ്ററായിട്ട് എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ 1/3 പാർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്റ്റാങ്കിൾ as shown below and shade its 3/8 പാർട്ട്. അത് താഴെ കൊടുത്തിരിക്കുന്ന ആ റെക്റ്റാങ്കിളിനെ വരയ്ക്കുക, കൃത്യമായിട്ട് വരയ്ക്കുക. 8 കള്ളികളായിട്ട് വരയ്ക്കുക ഇതുപോലെ. എന്നിട്ട് അതിനെ 3/8 പാർട്ട്, 3 പാർട്ട് അതിനെ ഷെയ്ഡ് ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ 3 എണ്ണം ഷെയ്ഡ് ചെയ്യാം, 3/8 പാർട്ട്. ഇനി റൈറ്റ് അനദർ ഫ്രാക്ഷൻ ഈക്വൽ ടു 1/8. സി ക്വസ്റ്റ്യൻ ഇതാണ്. 1/8 അനദർ ഫ്രാക്ഷൻ എഴുതാൻ പറയണം. അപ്പോൾ 1/8നെ ഇൻറ്റു 2 അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 2, 8 × 2 16. അപ്പോൾ ആൻസർ എത്രയാണ്? ആൻസർ 2/16. ഇനി 3 ഫ്രാക്ഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ 1/8 × 3 × 3, അപ്പോൾ 3/24 അങ്ങനെ വരും കേട്ടോ. ഇനി ഡി ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പിക്ചർ 1/4 പാർട്ട് ഈസ് ഷെയ്ഡഡ്. 1/4 പാർട്ട്, 4ൽ ഒരു ഭാഗം, അത് ഏത് പിക്ചറാണെന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ നമ്മളങ്ങനെ എഴുതി നോക്കാം അല്ലേ. മൊത്തം 1 2 3 4 അങ്ങനെ 12 പാർട്ടാണ് എല്ലാത്തിലും ഇട്ടേക്കുന്നത്. ഇതിൽ 3 എണ്ണമാണ് ഷെയ്ഡ് ചെയ്തേക്കണേ. ആദ്യത്തെ എ 3 3/12. അപ്പോൾ വെട്ടി ചെറുതാക്കിയാൽ 3ൽ 3 ഒരു പ്രാവശ്യം, 12ൽ 3 4 പ്രാവശ്യം. ആദ്യത്തെ പിക്ചറാണ് 1/4 പാർട്ട് എ ആയിട്ട്. ബാക്കിയൊക്കെ അത് കണ്ടോ 5/12, 4/3, 1/3 അങ്ങനെയൊക്കെ വരണം. നമുക്ക് തെറ്റി വേണമെങ്കിൽ ഡി എന്ന് എഴുതും, ഡി അല്ല കേട്ടോ. അപ്പോൾ ഇത് എ ആണ് അതിൻ്റെ ആൻസർ. കൃത്യമായിട്ട് നോക്കുക. ഇനി ക്വസ്റ്റ്യൻ 2, 2 പാർട്ടുണ്ട്. 2A ഉണ്ട്, ഓർ ക്വസ്റ്റ്യൻ 2B ഉണ്ട്. അപ്പോൾ അതിൽ 2Aയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അനു ആൻഡ് ഹെർ ഫാദർ ലെഫ്റ്റ് ഹോം. അനു ആൻഡ് ഹെർ ഫാദർ ലെഫ്റ്റ് ഹോം at 8:30 AM and reached the railway station at 10:45 AM. അനുവും ഫാദറും കൂടി റെയിൽവേ സ്റ്റേഷനിൽ 8:30 പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ 10:40 എത്തി. ഹൗ മച്ച് ടൈം ഡിഡ് ദേ ടേക്ക് ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹോം. വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് എത്ര സമയം എടുത്തു എന്ന്. അപ്പോൾ സ്റ്റാർട്ടഡ് ഫ്രം ഹോം 8:30 ആണ് അല്ലേ. അപ്പോൾ റീച്ച് റെയിൽവേ സ്റ്റേഷൻ 10:45. അപ്പോൾ ടോട്ടൽ ടൈം ദേ ടുക്ക് ടു റീച്ച് റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് എടുത്ത സമയം 8:30 മുതൽ 10:30 വരെ ഉള്ള സമയം നോക്കുക. അപ്പോൾ 2 മണിക്കൂർ. 8:30 കഴിഞ്ഞാൽ 9:30, 10:30, അപ്പോൾ 2 hours. പിന്നെ 10:30 to 10:45 15 minutes ആണ്. അപ്പോൾ 2 hours 15 minutes ആണ് അവരെടുത്തത്, അതായത് 2.25 മണിക്കൂർ. ഇനി ബി ക്വസ്റ്റ്യൻ, ദേ ബോർഡഡ് ദ ട്രെയിൻ at 11 AM and reached തിരുവനന്തപുരം at 12:30 that night. നൈറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ 8:30ക്കാണ് അവർ പുറപ്പെട്ടത്. അപ്പോൾ 11 മണിക്ക് ട്രെയിനിൽ കയറി. അങ്ങനെ തിരുവനന്തപുരത്ത് 12:30, രാത്രി 12:30ക്ക് എത്തി. ഇഫ് സോ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദ ട്രെയിൻ ജേണി. അപ്പോൾ ബോർഡഡ് ദ ട്രെയിൻ, അതായത് ട്രെയിനിൽ 11 AM സ്റ്റാർട്ട് ചെയ്തു, തിരുവനന്തപുരത്ത് 12:30 നൈറ്റിന് എത്തി. അപ്പോൾ 11 AM to 12 മണി ഉച്ച വരെ ഒരു സമയമുണ്ട് അല്ലേ, 12. അപ്പോൾ അതൊരു മണിക്കൂർ. 12 ഉച്ച മുതൽ 12:30 നൈറ്റ് വരെ 12:30. അപ്പോൾ 13 മണിക്കൂർ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ 13 മണിക്കൂർ 30 minutes, അതായത് 13.5 മണിക്കൂർ എടുത്തു അവർ തിരുവനന്തപുരത്ത് എത്താൻ. ഇനി സി ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഡിഡ് ദേ ടേക്ക് ടു റീച്ച് തിരുവനന്തപുരം ഫ്രം ഹോം.
വീട്ടിൽ നിന്ന് എത്ര മണിക്കൂർ എടുത്തു? 8:30ക്കാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? 8:30. അപ്പോൾ 8:30 മുതൽ അവർക്ക് രാത്രി 12:30 വരെയുള്ള സമയമാണ്. അപ്പോൾ 8:30 മുതൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ 10:45. 10:45 വരെ നമ്മൾ കണ്ടില്ലേ ഇതിനകത്ത് ക്വസ്റ്റ്യൻ കണ്ടു. 10:45 വരെ അവർ 2.25 മണിക്കൂർ എടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് എഴുതാം 8:30 മുതൽ എഴുതുക. അപ്പോൾ 16 hours ടോട്ടൽ എടുത്തത്. വീട്ടിൽ നിന്ന് എവിടെ വരെ? തിരുവനന്തപുരം വരെ എത്താൻ കേട്ടോ 16 മണിക്കൂർ. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു 2 and 1/4 hours. 2 and 1/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2 hours 15 minutes. അപ്പോൾ 2 hours എന്ന് പറയുമ്പോൾ 2 × 60 120 minutes ആണ് കേട്ടോ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 minutes 60 മിനിറ്റാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡുമാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം നോക്കുക 2 × 60 120 പ്ലസ് 1/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റാണ്. അപ്പോൾ 135 രണ്ടും കൂടി ആഡ് ചെയ്താൽ 135 minutes എന്ന് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ അനു റീച്ച് ദ എക്സാമിനേഷൻ ഹാൾ at 1:20. ഷീ ലെഫ്റ്റ് ദ ഹാൾ ആഫ്റ്റർ 2 hours and 25 minutes. 1:20 നമുക്ക് ഉച്ചതിരിഞ്ഞു 1:20 അവൾ എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തി. എന്നിട്ട് എക്സാം ഹാളിൽ 2 മണിക്കൂർ 25 മിനിറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അനു വാസ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ ഏത് സമയം വരെയാണ്? ടിൽ വാട്ട് ടൈം എന്ന് ചോദിച്ചേക്കണേ. ഏത് ടൈം വരെ? അപ്പോൾ 1:20 നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് എഴുതാം. 1:20 2 മണിക്കൂർ 25 മിനിറ്റിന് ഒന്ന് എഴുതി നോക്കിയാൽ 1 മണിക്കൂർ ആ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ടോ? 1 hour 1 hour 25. 2 മണിക്കൂർ 25 മിനിറ്റ് ആയില്ലേ? അപ്പോൾ 1:20 സ്റ്റാർട്ട് ചെയ്തു. 2:20 3:20 പിന്നെ 25. അപ്പോൾ 3:20 പ്ലസ് 25 3:45 PM അവൾ എത്തിയത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ ക്ലോക്ക് ഷോസ് 2B ആണ്. ഓർ ക്വസ്റ്റ്യൻ 2B ദ ക്ലോക്ക് ഷോസ് 3 different times in the morning. If we arrange these clocks according to time, which clock will come last? അപ്പോൾ ഓരോന്നിൻ്റെ സമയം നോക്കിയാൽ 8:15 ഇത് 10:30 6:45. അപ്പോൾ 6:45 കഴിഞ്ഞാൽ 8:15 പിന്നെ 10:30. അപ്പോൾ 10:30 ലാസ്റ്റ് വരുന്നത് അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്ലോക്ക്? ഫസ്റ്റ് ടൈം എന്നല്ല ചോദിച്ചേക്കണേ, ഫസ്റ്റ് ആൻഡ് തേർഡ് ക്ലോക്ക് എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് 8:15 അല്ലേ? തേർഡ് ക്ലോക്ക് 6:45. അത് തമ്മിലുള്ള ഡിഫറൻസ് വലുതിന്ന് ചെറുത് കുറയ്ക്കുക. അതായത് ടൈം ഡിഫറൻസ് 6:45 to 8:15. അപ്പോൾ 6:45 തുടങ്ങി 7:45 വരെ 1 മണിക്കൂർ, 7:45 മുതൽ 8:15 വരെ 30 minutes. അപ്പോൾ 1 hour 30 minutes ആണ് അതിൻ്റെ ആൻസർ. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ 150 minutes എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 minutes 230 hours അല്ലേ? 150/60 അപ്പോൾ 230 hours. പിന്നെ 8 minutes 8 × 60 480 seconds. ഇനി എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എ റീസൺ ഈസ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെൻറ്റ് 1 hour ഈസ് 60 × 60 seconds. കറക്റ്റ് അല്ലേ? 1 hour എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് × 60 സെക്കൻഡ്. ഇനി റീസൺ 1 hour ഈസ് 60 minutes 1 minute ഈസ് 60 seconds. അതും കറക്റ്റാണ്. അതായത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് 23 pens ആർ പാക്ഡ് ഇൻ പാക്കറ്റ്സ് ഓഫ് 4 each. 23 പേനുണ്ട് കേട്ടോ. അത് 4 പാക്കറ്റിലാണ് പാക്ക് ചെയ്യണത്. അപ്പോൾ എത്ര പാക്കറ്റ്സ് പെന്നുണ്ട് അവിടെ? അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 23നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 പാക്കറ്റ്സ് എന്ന് കിട്ടും. റിമൈൻഡർ 3 ഉണ്ട് അല്ലേ? അപ്പോൾ 3 പെൻസ് ലെഫ്റ്റ് ആണ്. ഹൗ മെനി പെൻസ് വിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേന ബാലൻസ് വന്നു. ഇനി ബി ക്വസ്റ്റ്യൻ റൈറ്റ് അനദർ ഫ്രാക്ഷണൽ ഫോം ഓഫ് 1 and 3/4. 1 and 3/4ൻ്റെ അനദർ ഫോം എങ്ങനെയാണ്? ഇതിപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ 4 × 1 4 + 3 7 7/4. അങ്ങനെയാണ് മിക്സ്ഡ് നമ്പറിനെ നമ്മൾ
എന്താക്കുമ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, സം ഫ്രാക്ഷൻസ് ആർ ഗിവൺ ഇൻ ദ ഫസ്റ്റ് കോളം ആൻഡ് ദെയർ അനദർ ഫോം ഈസ് ഇൻ ദ സെക്കൻഡ് കോളം. അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4/3. അപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസർ ഒന്ന് എഴുതാം. 1 and 2/3 എന്ന് പറഞ്ഞാൽ 3 × 1 + 2/3, അതായത് 5/3. പിന്നെ രണ്ടാമത്തെ നോക്കിയാൽ 3 × 2 + 1/3, അതായത് ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം, മിക്സ്ഡ് നമ്പർ. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 4/3 നമുക്ക് കിട്ടും മൂന്നാമത്തെ, 5/3 എന്ന് പറയുന്നത് ഒന്നാമത്തെ, സി ക്വസ്റ്റ്യൻ രണ്ടാമത്തെ. അപ്പോൾ അതാണ് ആൻസർ. ഇനി ഡി ക്വസ്റ്റ്യൻ, 5 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 4 bottles. 4 ബോട്ടിലാക്കിയിട്ട് 5 ലിറ്റർ മിൽക്ക് ഈക്വലായിട്ട് ഫില്ല് ചെയ്യണം. എത്ര ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ദെയർ ഇൻ ദ ബോട്ടിൽ? എത്ര ലിറ്റേഴ്സ് ഓരോ ബോട്ടിലും കിട്ടും? അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് 5 ലിറ്റർ ആണല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ബോട്ടിൽസ് 4 ആണ്. അപ്പോൾ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കണ്ടോ, ഇതിൻ്റെ കോഷ്യൻ്റ് 1 അല്ലേ കിട്ടണേ. 1 and 1/4, അതായത് 1.25 ലിറ്റർ പാല് വെച്ചിട്ടാണ് ഓരോ ബോട്ടിലും നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം. 2 പാർട്ടുണ്ട്, 4A-യും 4B ഉണ്ട് ഇതിൽ. അപ്പോൾ ആദ്യത്തെ എ ക്വസ്റ്റ്യനിൽ ദ ഹൈറ്റ് ഓഫ് മീനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ, കംപ്ലീറ്റ് ദ ടേബിൾ. മീനുവിന് 150 സെൻറ്റിമീറ്റർ. ഈ 150 സെൻറ്റിമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കുമ്പോൾ 150/100 അല്ലേ, 100 സെൻറ്റിമീറ്റർ ആണല്ലോ 1 മീറ്റർ. അപ്പോൾ അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 1 and 50/100, അതായത് 1.5 meters. ഗോപു 147 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ 1 and 47/100, 1.47 meters. 1 പോയിൻറ്റ് പിന്നെ 47 meters എന്ന് പറയില്ലേ, പോയിൻ്റ് ഡെസിമൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ നമ്പറും എടുത്ത് പറയണം. 47. ബെന്നി ഇപ്പോൾ കണ്ടോ 1.25 meters എന്നല്ലേ, അതേപോലെ ഇവിടെ 1 and 2/25/100, ഇവിടെ 125 സെൻറ്റിമീറ്ററിന് എഴുതണം കേട്ടോ. മീറ്ററിന് എഴുതിയാൽ തെറ്റാണ്, സെൻറ്റിമീറ്ററിന് തന്നെ ഇപ്പോൾ എഴുതണം. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് 17 centimeters? 17 centimeters എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നോക്കുക, 17/100 0.717 centimeter ആണ്, അത് തെറ്റാണ് അല്ലേ. രണ്ടാമത്തെ നോക്കിയാൽ 17/100 meters എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.17 meter എന്ന് പറയും. അതിനെ 100 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തിട്ടാണെങ്കിൽ സെൻറ്റിമീറ്റർ ആക്കാം, അതായത് 17 centimeter, അത് കറക്റ്റാണ്. മൂന്നാമത്തെ 1.7 meter, അത് തെറ്റാണ്. നാലാമത്തെ 0.17 meter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അല്ലേ, 17/100 meter, അതായത് 0.17 × 100, 17 centimeter. അപ്പോൾ രണ്ടാമത്തെയും നാലാമത്തെയാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത് കേട്ടോ. പിന്നെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 1 meter 46 centimeters 3 millimeters in fractional and decimal form in meters. അതായത് 1.463 എന്ന് വരും. റൈറ്റ് 1 meter അവിടെ ഇരിക്കട്ടെ, പിന്നെ 46 centimeter മീറ്റർ ആക്കുക, അപ്പോൾ 0.46 എന്ന് വരും. മില്ലിമീറ്ററിന് 1000 ആണ്, 1000 millimeter-ആണ് 1 meter. അപ്പോൾ 3/1000 എന്ന് പറഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞിട്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ 003. ഇനി ഫ്രാക്ഷണൽ ഫോം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1.463 എന്ന് ആൻസർ കിട്ടും. ഇനി റൈറ്റ് ദിസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റേഴ്സിൽ എഴുതാൻ. 1 meter 100 centimeter അല്ലേ, അപ്പോൾ 1.463 meter എന്ന് പറയുമ്പോൾ അത് ഇൻറ്റു 100, അതായത് 146 × 0.3 centimeter. ഇനി 1 meter 1000 millimeter അല്ലേ, അപ്പോൾ 1.463 meter. 1.463 × 1000 എന്ന് പറയുമ്പോൾ 1463 millimeter. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലേ, അതായത് 146 centimeter-ഉം ആൻഡ് 3 millimeter എന്നുള്ളത് 1463 അപ്പം millimeter. അപ്പോൾ ഒരുമിച്ച് ഇതിനെ രണ്ടും മീറ്ററിലേക്ക് റൈറ്റ് ദിസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റേഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് 1.46 മീറ്റേഴ്സ്? 40, അതായത് 1 ആൻഡ് 46/100. ഈസി ആയിട്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ അല്ലേ, 2, അപ്പോൾ ഡിവൈഡഡ് ബൈ 100, 46/100. ഇനി റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 1 മീറ്റർ ആൻഡ് 50 ഓഫ് 100 പാർട്ട്. അപ്പം തന്നെ പാർട്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എഴുതണം. 50 ഓഫ് 100 പാർട്ട്സ് എന്ന് പറഞ്ഞാൽ 50/100 ആണ് കേട്ടോ. അപ്പോൾ 1 മീറ്റർ ആൻഡ് എന്ന് പറഞ്ഞാൽ പ്ലസ്. അപ്പോൾ 1 + 50/100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50/100 നമുക്ക് വെട്ടിച്ച് ആക്കിയാൽ 0.5 എന്ന് കിട്ടും. അപ്പോൾ 1 + 0.5 എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ, 1.5 മീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 17 സെൻറ്റിമീറ്റേഴ്സ്. റൈറ്റ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ ഇൻ സെൻറ്റിമീറ്റേഴ്സ്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം, എല്ലാ വശവും തുല്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചരട് എടുത്തിട്ട് അതിൻ്റെ ചുറ്റുള്ള അളവ്, ഇപ്പോൾ ഇവിടെ എ എന്ന് കൊടുത്തില്ലേ, ആ എന്ന് അങ്ങനെ ഒരു ചരട് എടുത്തിട്ട് വട്ടം പിടിക്കുന്ന ആ ലെങ്ത്തിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ 17 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് 4 സൈഡാണ്. 4 ഇൻറ്റു 1 സൈഡ് 17 ആണ്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 17/4, അതായത് 4 പോയിൻറ്റ് ഒന്നുകിൽ 17/4 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഡിവിഷൻ കൊടുത്ത് കഴിയുമ്പോൾ 4.25 സെൻറ്റിമീറ്ററിന് ആൻസർ കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ. If 21 liters of milk is divided equally among 5 people, how many liters of milk would each person get? 21 ലിറ്റർ മിൽക്ക് ഓരോ 5 പേർക്ക് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതിൽ എത്ര ലിറ്റർ ഓഫ് മിൽക്ക് ഓരോരുത്തർക്കും കിട്ടുന്നു? 21 ലിറ്ററല്ലേ ഈക്വലായിട്ട് കൊടുക്കണേ. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 5, അതായത് എത്ര ആൻസർ കിട്ടും? 21/5. 4.2 ലിറ്റർ വെച്ചിട്ടാണ് ആൻസർ. 4.2 ലിറ്റർ. ഇനി സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് 2.5 മീറ്റേഴ്സ്? 2 + 2 മീറ്റേഴ്സ് ആൻഡ് ഹാഫ് ഓഫ് 1 മീറ്റർ. അതാണ് ആദ്യത്തെയാണ് ആൻസർ കറക്റ്റായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ, ടു ഗെറ്റ് 3/4 പാർട്ട് ഓഫ് എ കേക്ക്, വൺ ഓഫ് ഹൗ മെനി പാർട്സ് ഷുഡ് ബി ടേക്കൺ ഇഫ് 3 സച്ച് കേക്ക്സ് ആർ ഡിവൈഡ്? 3 കേക്കാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതിന് 1/4 പാർട്ട് വെച്ചിട്ട് കിട്ടും വേണം. അപ്പോൾ അതെങ്ങനെ നോക്കും? കിട്ടും. അപ്പോൾ അതിന് 3നെ ഡിവിഷൻ 3/4, 3 ഡിവൈഡഡ് ബൈ 3/4. അപ്പോൾ ഈ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പം 3/4 അല്ലേ, അപ്പം 3/4നെ 3/4നെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻസർ 3 × 4/3. 3യും 3യും വെട്ടിപ്പോയാൽ ബാക്കി 4. 1 of 4 പാർട്സ് ഷുഡ് ബി ടേക്കൺ, അതായത് 1/1 of 4 പാർട്സ്. അപ്പോൾ ഇതേപോലെ നോക്കിയാൽ ഒരു റഫായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം 3 കേക്ക് അതിന് 1/4 വെച്ചിട്ട് അല്ലേ, 3/4 വെച്ചിട്ട്, അപ്പോൾ 4 കണ്ട ഇതേപോലെ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, 25 × 114 350 ആണ്. നമുക്ക് ഓൾറെഡി ആൻസർ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 25 × 15? ഭയങ്കര ഈസി അല്ലേ, അതായത് 25 × 14 എന്ന് പറഞ്ഞാൽ 350 ആണ്. അപ്പോൾ 25 × 15 ഒരെണ്ണം കൂടി കൂട്ടിയാൽ പോരെ, 350 + 25. ആൻസർ 350 + 25, അതായത് 375. ആൻസർ കറക്റ്റ് ആൻസർ 350 + 25. ഇനി രണ്ടാമത്തെ, ഇഫ് 1116 pens are packed in packs of 12 each. അപ്പോൾ 1816 പേന 12 പാക്കറ്റുകളായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തേക്കണം. എത്ര പാക്കറ്റ്സ് ഓഫ് പെൻസ് വിൽ ബി ദർ? എത്ര പാക്കറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ 1116നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 93 പാക്സ് എന്ന് കിട്ടും. എത്ര? 93. അത് ഡിവിഷനാണ് കേട്ടോ. ഇനി ഫൈൻഡ്, സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് 84 ഡിവൈഡഡ് ബൈ 7 ബൈ റൈറ്റിംഗ് ഇറ്റ് ഇൻ ദ സ്പേസസ് ഗിവൺ ബിലോ.
അവർ ആ സ്പേസ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എഴുതണം. അപ്പം നമുക്കറിയാം 84നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുകളിൽ വരേണ്ടത് 8 ആണെന്ന്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് 7 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 7 × 10 70, പിന്നെ 4, പിന്നെ 7 മൈനസ് 8 മൈനസ് 7 1 1 4 4 അങ്ങനെ എഴുതി. പക്ഷേ ഇപ്പുറത്ത് 2 ആണ് വേണ്ടത്. 7 × 2 14 ആണ്. അപ്പോൾ 0. അപ്പോൾ 10 + 2 12. അങ്ങനെ ആ 4 സ്ഥലത്തും ഒരെണ്ണം 70, ഒരെണ്ണം 14, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ 2 വരുന്നു 12 വരുന്നു. അപ്പോൾ ഇതാണ് ആൻസർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക.